അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോ എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു റിലീജിയൻ ബേസ് ആയിട്ടാണ് കേട്ടോ. റിലീജിയൻ ചിലപ്പം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതും ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു വെച്ചാൽ എല്ലാ റിലീജിയനെ പറ്റിയും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു റിലീജിയൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, എനിക്കടക്കം തോന്നിയ ഒരു കാര്യം അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വലിയൊരു അറിവുണ്ടായിട്ടില്ല. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറെ കണ്ട് മനസ്സിലാക്കിയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഈ പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കും അത് തോന്നിയിട്ടുണ്ടാവും. എന്തെങ്കിലും അച്ഛന്മാർ പറയുമ്പോൾ അച്ഛന്മാർക്ക് ഇതിനെപ്പറ്റി എന്തറിയാം, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, കുടുംബം ഇല്ലാത്ത എല്ലാവരും പറയും ഓ അച്ഛന് കുടുംബമില്ല, എന്നിട്ടാണ് അച്ഛൻ കുടുംബജീവിതത്തെ പറ്റി പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അച്ഛന്മാര് വീട്ടിൽ നിന്നൊക്കെ കാശില്ലാതെ ആവുമ്പോഴാണ് അവരെയൊക്കെ പള്ളിയിലേക്ക് വിടുക, കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലതും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, എന്നെ പോലെ നിങ്ങളെല്ലാവരും. ഇത് ഞാൻ ഒന്നും ആരും ഇതാക്കി പറയല്ല കേട്ടോ, ഇതെനിക്ക് പറയണം തോന്നിയൊരു വിഷയമാണ്. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എന്താ, അച്ഛന് നല്ല സുഖമാണ്, ഒറ്റത്തടിയാണ്, പിന്നെ പള്ളി വീട് കൊടുക്കും, വണ്ടി കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നും അറിയണ്ട, ഫുഡ് കിട്ടും. അപ്പം പണ്ട് കാലത്തെ പോലെ അല്ല കേട്ടോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പം പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളെ അടുത്ത് ഗസ്റ്റ് ആയിട്ട് വരുന്ന അച്ഛന്മാരാണെങ്കിലും നമ്മളെ ഇടവക അച്ഛന്മാരാണെങ്കിലും എല്ലാവരും, ചില ആൾക്കാർ വീട്ടിൽ ഒറ്റ മോൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒക്കെ ആൾക്കാരാണ്. ഇവരൊക്കെ ദൈവത്തെ സ്നേഹിച്ചിട്ടും നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതും കൊണ്ടാണ് ഈ ഒരു ദൈവവേല തിരഞ്ഞെടുത്തിട്ട് ദൈവത്തെ സ്നേഹിച്ചിട്ട് ഓരോ പള്ളിയിലേക്ക് വന്നു പെടുന്നത്. നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവരും എന്താ പറയുക, ഇവരെ അച്ഛൻ, ഇവർക്കും അമ്മയും അച്ഛനും ഇവരെ സ്നേഹിക്കുന്ന വീട്ടുകാരും കുടുംബവും ഒക്കെ ഉണ്ട്. നമ്മളെ പോലെ തന്നെ മക്കളെ വീട്ടിലേക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും മക്കളെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം അവർക്കും ഉണ്ട്. പക്ഷെ ഇതെല്ലാം അവരെ ത്യജിച്ചിട്ട് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ സങ്കടത്തോടെ ആയിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത് മക്കളെ. അപ്പം നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഓരോ ദോഷങ്ങളെ ഓരോ അച്ഛന്മാരെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളും ചിന്തിക്കുക, അവർ ചിലപ്പോൾ നമ്മളെക്കാട്ടിയും വലിയൊരു സിറ്റുവേഷനിൽ അവസ്ഥയിൽ ഭയങ്കര ഹൈ ലെവലിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവർ ഇങ്ങനെ വന്നിട്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ചിലപ്പോൾ അവർ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പോലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കൂല. അപ്പം അതിൽ നിന്നിട്ടും ഈ സെമിനാരിയിൽ പഠിക്കുമ്പം അവർക്കും ഇതേപോലെ തന്നെ ശുശ്രൂഷകളും കാര്യങ്ങളും ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താ പറയുക, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഓരോ അച്ഛനെയും നമ്മൾ വളരെ സ്നേഹത്തോടും വളരെ ഒരു ബഹുമാനത്തോടും കൂടെ അവരെടുക്കുന്ന എഫേർട്ടും നമ്മളൊന്നും